ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം ഒക്കെ കയ്യിൽ നിന്ന് പോണ അവസ്ഥയിലാവുമോ എന്നൊക്കെ പേടിയാവണത്. എന്തായാലും വേണ്ടിയില്ല, രണ്ടും കൽപ്പിച്ചിട്ട് നിന്നോക്കാം നമുക്ക്. ടെൻഷൻ ആവണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം ഞാൻ പോയിട്ട് വരാം. അല്ലക്കാ, നിങ്ങള് വരാൻ ഒരുപാട് നേരമാവോ? ചിലപ്പോ രാത്രി നേരം വൈകും വരാൻ. പേടിക്കാനൊന്നുമില്ല, ഞാനല്ലേ പറഞ്ഞത്, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യത്ത കാര്യങ്ങളൊന്ന് സീരിയസ് ആവാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കരുത്. പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് മാക്സിമം അവളെ പ്രൊവോക്ക് ചെയ്യണം. ഓക്കെ? അത് ആരിസ് വരുന്നുണ്ട്. ഇജിന്റെ അകത്തൊക്കെ എന്നിട്ടാ പാല് ചാരിക്കാം. ഓനോണ്ട് ഇറങ്ങിക്കോട്ടെ. പോയിക്കോട്ടെ. പോയി കഴിഞ്ഞിട്ട് സാവധാന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്തായാലും ചിലപ്പോൾ നമുക്കായിട്ട് ഓളെന്നൊരു വഴി ഇട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടി വരും. എന്തിനാ എൻ്റെ അഭി ഇത്ര തോന്നെ ടെൻഷൻ ആവണത്? അതിനടി വേണ്ടി ഇപ്പം എന്താ പ്രശ്നം? ഇതൊക്കെ സില്ലിയായിട്ട് കാണ്. നനക്കത് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു CID പണിക്ക് നിൽക്കണതും ഇത്ര തോന്നെ ബേജാറാവണതും. ഒക്കെ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിച്ചിട്ടാ. ഇതോടൊക്കെ ശരിയായാൽ മതിയായിരുന്നു. ശരിയാവും ആബിത്ത, ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിലും ഒരു കള്ളവും അധിക കാലമൊന്നും മൂടി വെക്കാൻ പറ്റില്ല. ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെക്കുറിച്ചിട്ടും നമ്മളമ്മാനെക്കുറിച്ചിട്ടും അവൾ ആരിസ്ഖാനെ പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാന്ന് ആബിത്താനോട് ഞാൻ പറഞ്ഞതല്ലേ. ഇതിൽ ഒരു സത്യമില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാ. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ആരിസ്ഖാന് മുഴുവനായിട്ട് തെറ്റു പറയാൻ പറ്റില്ല. അവൾ പഠിച്ച കള്ളിയാ. അവളെ വാക്കിൻ്റെ മുന്നിൽ ഏതൊരാണും വീണു പോവും. അതിനുള്ളൊരു കഴിവുണ്ട് അവൾക്ക്. ടെൻഷൻ ആവാണ്ടിരിക്കും, നമുക്ക് നോക്കാം. ആരിസ്ക്ക് എന്തായാലും വരുമ്പോത്തിന് രാത്രിയാവൂലേ? ഇടയ്ക്ക് വിളിക്കൊണ്ടിട്ടാ. ഓക്കെ, ടാറ്റാ. ആരിസ് പോയിട്ടാ. ഇനി എന്താ കാട്ടുക? നിക്ക്, ധൃതി കൂട്ടിയിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം അവൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കട്ടെ. എന്തായാലും ആരിസ്ക്ക് ഇപ്പം തന്നെ ഒന്നും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് ഓളെ പ്ലാൻ എന്താണെന്നൊന്ന് അറിയട്ടെ. അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ പിടിച്ചിട്ടുണ്ട് കയറാം. ചിലപ്പോൾ അതും വേണ്ടി വരില്ല. ഓളെ സ്വഭാവം വെച്ചിട്ടേ എന്തെങ്കിലും ഒരു തുടക്കം ഓളെന്നെ ഇട്ട് തരും. അങ്ങനെ ഇട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.